ഫസ്റ്റ് മാത്സിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ ബേസിക് ക്വസ്റ്റ്യൻസ് അല്ല ബേസിക് ഫോർമുലാസിലെ 7.1 14th ക്വസ്റ്റ്യൻ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ 1 - x റൂട്ട് എക്സ് ആണ്. ഈ റൂട്ട് എക്സിന് ഒരു സ്വഭാവമുണ്ട്, റൂട്ട് എക്സിന് വേറൊരു മുഖമുണ്ട്. എന്താണെന്നറിയോ? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ x⁻² എന്ന് എഴുതാം. എഴുതിക്കൂടെ? വളരെ സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ വരും? ഇൻ്റഗ്രൽ 1 - x ഇൻറ്റു x⁻² dx എന്ന് പറഞ്ഞു. ഈ x⁻² ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റിന് ഒഴിവാക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ എന്ത് വരും? x⁻² 1 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x⁻² എന്ന് വരും, മൈനസ് x ഇൻറ്റു x⁻² എന്ന് വരും. ഓക്കെ, ഇങ്ങനെയല്ലേ വരിക? dx. ഇനി x⁻² പ്രത്യേകിച്ച് നമുക്കൊന്നും മാറ്റാനൊന്നുമില്ല. പക്ഷേ x ഇൻറ്റു x⁻² നമുക്ക് അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ട്. അതായത് നമുക്കറിയാം a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. നമ്മുടെ കയ്യിലുള്ള x⁻1 ആണ് അവിടെ ഉള്ളത് അല്ലേ? x⁻1/2 കൂടി ചെയ്ത് കഴിഞ്ഞാൽ x⁻1 + 1/2 എന്ന് വരും. അതായത് x⁻1 + 1/2 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 × 2 2 + 1 3 /2. അപ്പോൾ x⁻3/2 എന്നായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കിക്കോ, ആദ്യത്തെ ഇൻ്റഗ്രൽ x⁻1/2 dx രണ്ടാമത്തെ ആൾ ഇൻ്റഗ്രേഷൻ ചെയ്തു x ഇൻറ്റു x⁻1/2 നമ്മൾ അവിടെ എങ്ങോട്ട് മാറ്റി? x⁻3/2 മാറ്റി അല്ലേ? x⁻3/2 dx ആക്കി. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്തുകൂടെ? ഇവിടെ x⁻1/2 x⁻ൻ്റെ പവർ എന്താണ്? എക്സിൻ്റെ പവർ 1/2 ഒന്ന് കൂടും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കൂടും. അപ്പോൾ 1/2ൻ്റെ കൂടെ ഒന്ന് കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 1 + 2/2, അതായത് 3/2 എന്ന് വരും അല്ലേ? അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രേഷൻ x⁻3/2 3/2 എന്നായി. മൈനസ് ഇനി 3/2ൻ്റെ കൂടെ x⁻3/2 ഒന്ന് കൂടും. അപ്പോൾ 3/2 + ഒന്ന് കൂടി കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 3 + 2/2, അതായത് 5/2